അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രാക്ഷൻസ് അഡീഷൻസും സബ്ട്രാക്ഷൻസുമാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്നവയെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കാം. ഭിന്നസംഖ്യകളാണ്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 1/4 കൂടെ 2/4 കൂട്ടണം. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടുത്തെ ഡിനോമിനേറ്റർ 4 ഇവിടെയും ഡിനോമിനേറ്റർ 4. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ആ ഡിനോമിനേറ്റർ ഒരു പ്രാവശ്യം എഴുതി ഈ 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ മതി 1 + 2. 1 + 2/4 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 3/4 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി 1/5 + 1/7 ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്, അതെഴുതാം. ഈ 5 1ഉം കൂടെ കൂട്ടിയാൽ മതി. 5 + 1 നമുക്ക് 6/7 എന്ന് കിട്ടും. ഉണ്ട്, എളുപ്പമല്ലേ? 2 കിട്ടി. ഇവിടെ കുറക്കാനാണ്. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 11 ആണ്. എളുപ്പമായി 7ൽ നിന്നും 5 കുറച്ചാൽ മതി. 7 - 5 നമുക്ക് 2/11 എന്ന് ആൻസർ കിട്ടി. എളുപ്പമല്ലേ? അടുത്ത നോക്കുക, ഇവിടെയും കുറക്കാനാണ്. ഡിനോമിനേറ്റർ സെയിം ആണ്, അത് 17, അതെഴുതാം. ഈ 15ൽ നിന്നും 1 കുറച്ചാൽ മതി. 15 - 1 നമുക്ക് 14/17 എന്ന് കിട്ടി. ആൻസർ കിട്ടി. വളരെ എളുപ്പമല്ലേ? ഇനി ഇവിടെ വരുമ്പോൾ ഒരല്പം പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ കൂട്ടാനാണ്, പക്ഷേ ഡിനോമിനേറ്റർ 2 സെയിം അല്ല, 8ഉം 4ഉമാണ്. നമുക്ക് LCM എടുത്തൊക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് ഈ 2 സൈഡും, ഇവിടെ 8 ഇവിടെ 4 അല്ലേ, ഇവിടെ വലിയ നമ്പർ 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4നെ 8 ആക്കിയാൽ മതി. 4നെ 8 ആക്കാനായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ താഴെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മുകളിൽ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യങ്ങൾ എളുപ്പമായി. ഇനി നമുക്ക് നോക്കാം, ഇത് 4/8, അത് അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. 4/8 എഴുതാം, പ്ലസ് ഇടാം. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. 1 × 2 അത് 2 ആണ്. 4 × 2 8 ആണ്. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഡിനോമിനേറ്റർ 2ഉം സെയിം ആയി, 8 ആണ്. അപ്പോൾ നമുക്ക് 8 ഡിനോമിനേറ്റർ എഴുതാം. ഇനി ഇവിടെ ഈ ന്യൂമറേറ്റർ 2ഉം കൂട്ടിയാൽ മതി. 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ 6. 6/8 എന്ന് കിട്ടി. 6/8 വേണമെങ്കിൽ 2ൻ്റെ ടേബിളിൽ നിന്ന് കട്ട് ചെയ്യാം. അതായത് 6ൽ 2 3 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം, 3/4 എന്ന ആൻസർ കിട്ടി. ഒന്നെങ്കിൽ ഇതെഴുതാം, അല്ലെങ്കിൽ ഇതെഴുതാം. രണ്ടും ശരിയാണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഡിനോമിനേറ്റർ 12 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്. രണ്ടും സെയിം അല്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ LCM എടുത്തൊക്കെ ചെയ്യാം. അത് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അതിനേക്കാൾ എളുപ്പത്തിന് നമുക്ക് LCM സെയിം ആക്കുക. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി. എന്ത് ചെയ്താൽ മതി, ഇവിടെ 12 ആണ്. ഈ 3നെ 12 ആക്കണം. 12 ആക്കാനായിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 3 12. അപ്പോൾ മുകളിൽ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും ചെയ്യണം, അല്ലെങ്കിൽ ആൻസറിന് വ്യത്യാസം വരും. അപ്പോൾ ഇനി വളരെ എളുപ്പമായി ഇത് 3/12 മാറ്റം വരുത്തേണ്ട, 3/12 എന്ന് തന്നെ എഴുതാം. ഇവിടെ 2 × 4 8 കിട്ടി. ഇവിടെ 4 3 12. ഇവിടെ നമ്മൾ ഈ 12 സെയിം ആക്കി. അങ്ങനെയാണെങ്കിൽ 12 എഴുതിയിട്ട് ഈ 3 8ഉം കൂടെ കൂട്ടിയാൽ മതി. 8 3 11. 11/12 എന്ന് ആൻസർ കിട്ടി. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ മൈനസ് ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഡിനോമിനേറ്റർ 14 7 സെയിം അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വലിയ നമ്പറായ 14ലോട്ട് 7നെ മാറ്റാം. 7നെ 14 ആക്കാനായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസറിൽ വ്യത്യാസം വരികയില്ല. അപ്പോൾ നമുക്ക് നോക്കാം, 7/14 അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. 7/14 എഴുതാം. മൈനസ് എഴുതി 2 × 2 അത് 4. 7 × 2 14 അല്ല. ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കി. ഇനി എളുപ്പമല്ലേ, ആ ഡിനോമിനേറ്ററായ 14 ഒരു പ്രാവശ്യം എഴുതി. 7ൽ നിന്നും 4 കുറച്ചാൽ മതി. 7 - 4 നമുക്ക് എത്രയായിട്ട്, 7 4 കുറച്ചാൽ 3. 3/14 എന്ന ആൻസർ കിട്ടി. ഇത് ഈ രീതിയിലൊക്കെ നമുക്ക് ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് നടക്കും. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.